എൻ്റെ പേര് ജോർജിൻ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK-യിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ ഓൾറെഡി ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് പുറമേ പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഏത് രീതിയിൽ പോകണം എന്നെനിക്ക് ഒരു വഴികൾ തെളിയുന്നില്ലായിരുന്നു. അപ്പം എൻ്റെ കല്യാണത്തിന് ശേഷം ഞാനും വൈഫും കൂടെ തീരുമാനിച്ചു, നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പുറത്ത് പോവുകയാണെങ്കിൽ നമുക്കത് ഒരു എളുപ്പമുള്ള രീതിയിലൂടെ നമുക്ക് ആ രാജ്യത്തോട് കടക്കാൻ സാധിക്കും. ഇപ്പോൾ വർക്ക് വിസയിൽ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായത് കാരണം. അപ്പോൾ ഞാനും വൈഫും കൂടെ തീരുമാനമെടുത്ത് വൈഫ് ആദ്യം തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി. പുറകെ ഞാൻ പോകാനായിരുന്നു തീരുമാനം. അപ്പം എൻ്റെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അതുപോലെ കമ്പനിയിലുള്ള ആൾക്കാരും എൻ്റെ മാനേജർ അടക്കം എല്ലാവരും പറഞ്ഞു, ജോർജിന് ഇപ്പോൾ അത്യാവശ്യം സാലറി ഉണ്ട്, അതുപോലെ തന്നെ ജോർജിന് ഉടൻ തന്നെ പ്രൊമോഷൻ ഉണ്ടാകും. അപ്പം അതിൻ്റെ ഒരു ഇത് എല്ലാം കിട്ടിയിട്ട് വൈഫ് പോയി പഠനമെല്ലാം കഴിഞ്ഞൊന്ന് സെറ്റിലായതിന് ശേഷം ജോർജിന് പോയാൽ പോരെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് പോകണം എന്ന് തന്നെ പറഞ്ഞു. അപ്പം വൈഫ് ഒറ്റയ്ക്ക് പോയിട്ട് അവൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയാണ്. അപ്പം ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊന്നും ജോലി കിട്ടില്ല, വളരെ ദൂരെയാണ് ജോലി പോയിക്കൊണ്ടിരുന്നത്. അത് പഠനത്തോടൊപ്പം തന്നെ 20 മണിക്കൂറേ അവർക്ക് ജോലി ചെയ്യാനും പറ്റുമുണ്ടായിരുന്നുള്ളൂ. അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് ജോലി കിട്ടുന്നു, എൻ്റെ വൈഫിന് ജോലി പോകുന്നുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നിത്യേന ചിലവിനുള്ള ഒരു ശമ്പളം പോലും നമുക്ക് കിട്ടുന്നില്ല. കാരണം അത്രയ്ക്കും ജോലിക്ക് ക്ഷാമമുള്ളതായിരുന്നു. അപ്പം ഞാനിത് ഇവിടുന്ന് കിട്ടുന്ന സാലറി കൺവേർട്ട് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കാൻ ചെയ്തിരുന്നത്. എന്നിട്ട് ഞാൻ തീരുമാനമെടുത്തു. അവൾക്കും മെൻ്റലി ഒരു പ്രഷറായി. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മൾ അവിടെ പോയത്. അപ്പം നമ്മൾ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. അതിനുശേഷം ഞാൻ വീട്ടുകാരോട് പറഞ്ഞു എന്തായാലും പോകണം, അവൾക്കൊരു മെൻ്റലി ഹെൽത്ത് സപ്പോർട്ട് എന്ന രീതിയിലൂടെ എങ്ങനെയായാലും എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അവസാനം ഞാനും പോയി. അപ്പം അവിടെ ചെന്നതിന് ശേഷം തൊട്ട് വീട്ടുകാരും കൂട്ടുകാരും സകല ആൾക്കാരും മുൻ ജീവനക്കാരും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ പറയും, ജോർജിനെ ജോലി കിട്ടിയില്ലേ എന്ന്. ആദ്യത്തെ ഒരു 3-4 മാസമായിട്ട് നമുക്ക് ഈ ഒരു സ്ട്രെസ്സാണ്. ആദ്യം ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ ഒരു സ്ട്രെസ്സായിരുന്നു. അപ്പം ഞാനും അതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം 6 മാസത്തിന് ശേഷമാണ് എനിക്കൊരു ജോലി കിട്ടിയത്. അപ്പോൾ ജോലി കിട്ടിയ ശേഷം ഞാൻ തുടർന്ന് പോയി. വൈഫിൻ്റെ കോഴ്സ് കഴിഞ്ഞു, ഞങ്ങൾക്കൊരു കുഞ്ഞു കൊച്ചുണ്ടായി. അപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് 2 വർഷം, എൻ്റെ വിസയുടെ 2 വർഷം കഴിയാൻ പോകുന്നത് ലാസ്റ്റ് ഡിസംബർ 25-ന് എൻ്റെ വിസയുടെ എക്സ്റ്റൻഷൻ ആയത് 2 വർഷം കഴിയുകയും ചെയ്തു. പിന്നീട് എനിക്ക് അങ്ങോട്ട് വിസയില്ല. അപ്പോൾ ഞാൻ മാർച്ച് മാസത്തിൽ ഞാൻ ചോദിച്ചു, കമ്പനിയിൽ ചോദിച്ചു എനിക്ക് വിസ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന്. അപ്പം തന്നെ മാനേജറും അതുപോലെ തന്നെ HR എൻ്റെ അടുത്ത് പറഞ്ഞു, ജോർജിന് ഇവിടെ ജോയിൻ ചെയ്യുമ്പം തന്നെ പറഞ്ഞിരുന്നത് നമുക്കിവിടെ വിസ തരില്ല, വിസയ്ക്കുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. നമ്മളാർക്കും അങ്ങനെ വിസ കൊടുക്കുന്നില്ല, അത് വലിയ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ജോർജിനെ പോലുള്ള ഒരാൾക്ക് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആകെ മാനസികമായി തകർന്നു. പിന്നെ ഞാൻ അല്പം പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി പുറകോട്ടിലുള്ള ആളാണ്. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും വൈഫ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും, എന്നാലും അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ദൈവങ്ങളുണ്ടെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയല്ല പ്രവർത്തിക്കുന്നത്, അല്ലാണ്ട് വേറെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയും, ഇങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ അല്ലേ വെറുതെയാണ്, ആൾക്കാരെല്ലാം വെറുതെ പറയുന്നതെന്നെല്ലാം പറയും. അതിനുശേഷം ഞാൻ റിജക്ഷൻ വന്നു. അതുപോലെ തന്നെ വീണ്ടും സെപ്റ്റംബർ മാസമായ ശേഷം അപ്പം എനിക്കൊരു മെൻറ്റർ പോലെ ഒരു ചേച്ചിയുണ്ട്, ലൂസ് ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ അടുത്ത് ഞാനിപ്പോൾ എന്ത് വിഷമമുണ്ടായാലും ഞാൻ സംസാരിക്കും. അതുപോലെ തന്നെ അപ്പോൾ ആ ചേച്ചി പറയും, ജോർജിനെ നമുക്ക് കൃപാസന മാതാവിൻ്റെ അടുത്ത് ഒരു ഉടമ്പടി എടുക്കണം, എന്നിരുന്നാൽ എന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ജോർജിന് ഉറപ്പായിട്ട് ലഭിക്കും എന്നെല്ലാം പറഞ്ഞു. ജോർജിന് പ്രാർത്ഥന നന്നായാലും കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കൊരു വിശ്വാസം വരുന്നില്ല. അപ്പോഴും എൻ്റെ വീട്ടുകാരും വൈഫും എല്ലാവരും പറയും പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പോഴും ഞാനൊരു ചെറിയൊരു ലാഗായിട്ടാണ് പ്രാർത്ഥിക്കാറ്. അതിനുശേഷം സെപ്റ്റംബർ മാസം ഇതുപോലെ ഓണത്തിൻ്റെ ടൈമിൽ ഞാൻ എൻ്റെ കസിൻ ചേച്ചി ഉണ്ട്, അവിടെ കസിൻ ചേച്ചിയുടെ അടുത്ത് പോയി. അപ്പോൾ കസിൻ ചേച്ചിയുടെ അടുത്ത് പോയപ്പം കസിൻ ചേച്ചി പറഞ്ഞു, ചേച്ചി ഈ കൃപാസന മാതാവിൻ്റെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നിരുന്നാലും അപ്പം ഒക്ടോബറിൽ വൈഫ് തിരിച്ച് നാട്ടിലോട്ട് വരികയാണ്. ഇപ്പോൾ 2ാമത് ഇനി വരുമ്പം എന്തായാലും സന്തോഷത്തോടു കൂടിയേ ഇങ്ങോട്ട് വരാവുള്ളൂ, സന്തോഷത്തോടെ വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, എന്തായാലും നമുക്കിത് മാതാവിനോട് പറഞ്ഞ് മേടിച്ചെടുക്കണം എന്ന് തന്നെ ചേച്ചി എൻ്റെ അടുത്ത്. അപ്പം ചേച്ചിയുടെ ഒരു പ്രതീക്ഷയും ചേച്ചിയുടെ ഒരു സംസാരം കേൾക്കുമ്പം എനിക്കും ഉള്ളിൽ നിന്ന് എന്തെല്ലാം ഒരു വിശ്വാസം വരുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ലൂസ് ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ചേച്ചി പറയും, എന്നാലും ജോർജിന് പ്രാർത്ഥന കുറവുണ്ട്, ജോർജൻ പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ശരി ചേച്ചി എന്ന് പറയും നമുക്ക്. അപ്പം ഈ എൻ്റെ കസിൻ ചേച്ചിയുടെ അടുത്ത് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചേച്ചി ഒരു ഉപ്പ് എടുത്ത് വൈഫിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ജോർജിൻ്റെ അടുത്ത് കൊടുക്കണം,
എന്നിട്ട് ജോർജിനോട് ഇത് എന്നാ ഇട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു, ഹോസ്റ്റലിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പ് എൻ്റെ ബാഗിലിട്ടിട്ട് ഞാൻ കൊണ്ടുപോകും. ബാഗിലിട്ട് കൊണ്ടുപോയിട്ട് മാനേജർമാർ വരുന്നതിന് മുമ്പേ മാനേജർമാരുടെ ക്യാബിനിൽ പോയിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം ചെല്ലിട്ട് ഞാൻ വന്ന് എൻ്റെ ക്യാബിൽ വന്നിരിക്കും. ക്യാബിൽ വന്നിരുന്നിട്ട് ഞാനായിട്ട് ഒരു സമ്മർ മാസം കുറച്ച് കഴിയുമ്പം ഞാൻ പോയിട്ട് എൻ്റെ മാനേജറോട് ചോദിച്ചു, മാനേജറെ എനിക്ക് ഇങ്ങനെ വിസയുടെ ഇതിങ്ങനെ തീരാൻ പോവാണ്, എനിക്ക് എങ്ങനെയും കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, ഇല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ലാന്ന് പറഞ്ഞു. അപ്പം മാതാവ് പറഞ്ഞു അപ്പം മാനേജർ പറഞ്ഞു ഞാൻ അന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ആദ്യം. അപ്പം ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്കൊരു പകുതി വിശ്വാസം വന്നു. ഞാൻ ഫസ്റ്റിലെ നെഗറ്റീവ് പറഞ്ഞല്ലോ പോസിറ്റീവ് പറഞ്ഞല്ലോ എന്ന് ഓർത്ത് ഞാനൊരു ആദ്യം ഒരു വിശ്വാസം വന്നു എനിക്ക്. അതിനുശേഷം ഞാൻ വൈഫിനോട് പറഞ്ഞു ഇന്നപോലെ ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഞാൻ ചേച്ചിയോടും പറഞ്ഞു ഞാൻ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, എന്തായാലും ഇപ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചെടുക്കും, നിനക്ക് എന്തായാലും ഇത് കിട്ടുമെന്ന് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, പറഞ്ഞു നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കൃപാസന മാതാവിൻ്റെ എന്നോട് ഒരു ഉടമ്പടി എടുക്കണമെന്നും എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഓൺലൈൻ വഴിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. യുക്കെയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഓൺലൈൻ വഴിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ വഴി ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ കൊന്തയിലുമായിരുന്നു. അതുപോലെ തന്നെ കുർബാന മുഴുവൻ സമയം കൂടുതൽ കുർബാനയെ സംബന്ധിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. അതുപോലെ പത്രം ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുമായിരുന്നു, കൃപാസമാധാന പത്രവും കാര്യങ്ങളെല്ലാം കൊണ്ടു നടക്കുമായിരുന്നു. അപ്പം ഇവർ എന്നിരുന്നാലും എനിക്ക് പോസിറ്റീവ് റിസൾട്ട് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് വിസയിലോട്ട് നമ്മൾ എൻ്റർ ആവുന്നില്ല, ആ ഒരു പ്രോസസ്സിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. വേർഡ്സിൽ വെർബലി ഉള്ള ഇതേ ഉള്ളൂ, ഇതിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ പോയിട്ട് കൃപാസന മാതാവിൻ്റെ ഇതെടുത്ത് ഒന്നും കൂടെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് തിരിച്ച് ദേഷ്യപ്പെടുകയാണ് മാനേജർ, ഇതൊരു ഈസി പ്രോസസ്സല്ല, ജോർജിൻ വെയിറ്റ് ചെയ്യണം, ഇത് ഈസി പ്രോസസ്സിൽ നിന്ന്. അപ്പം അവർക്കത് ഈസി ആയിട്ട് പറയും, കാരണം വെച്ചുകൊണ്ട് എൻ്റെ ടൈം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഡിസംബർ 25 കിട്ടിയില്ലെങ്കിൽ എനിക്ക് തിരിച്ച് നാട്ടിലോട്ട് പോരേണ്ടി വരും. അപ്പം ഞാൻ വളരെയേറെ പ്രതീക്ഷയും കാര്യങ്ങളിലായിട്ട് ഇരിക്കുകയാണ്. അപ്പം തിരിച്ച് നാട്ടിൽ പോയിട്ട് ഇവരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്നുവെച്ചാൽ എനിക്ക് ആദ്യം തുടങ്ങണം, എനിക്ക് പഴയ ഒരു സിറ്റുവേഷൻ അല്ല, എനിക്കൊരു കൊച്ചുണ്ട്, അതുപോലെ ഫാമിലി ഉണ്ട്, അപ്പം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കിനി ആദ്യം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഒരു ഈസി പ്രോസസ് അല്ല. എന്നുവെച്ചാൽ ഇത്ര എക്സ്പീരിയൻസ് ആയി രണ്ടാമതൊരു സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈസി പ്രോസസ് അല്ല. അതിനുശേഷം ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും. ഞാൻ ഈ വഴക്ക് കേട്ടിരുന്നാലും ഞാൻ ഇവരോട് ഇവർ പറയും ജോർജിൻ വീണ്ടും ആ ഉപ്പ് പോയിട്ട് ക്യാബിനിലിട്ട് ഒന്നും കൂടെ പ്രാർത്ഥിച്ചിട്ട് ജോർജിൻ ഒന്നും കൂടെ ചോദിച്ചോളാൻ പറയും. ഞാൻ ഇവരെ ഇങ്ങനെ പറഞ്ഞ് ഞാനിത് എങ്ങനെ ചെയ്യും എന്നാലോചിച്ച് ഞാൻ ഇവരെ വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ ഈ ഉപ്പിട്ടിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും ചോദിച്ചു. അപ്പോൾ ചോദിച്ചും പറഞ്ഞു ഞാൻ ഇന്ന് മീറ്റിങ്ങിൽ ഞാൻ വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അതുപോലെ ആ സമയത്ത് HR ആണ് ഇവരുമായിട്ട് മീറ്റിംഗ് ചെയ്തത്. പറഞ്ഞു ജോർജിനെ ലാഗിയാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയണം, ജോർജിൻ്റെ ടൈം പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇവർ എന്നെ കമ്പനിയിൽ നിന്ന് വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് ഫണ്ടെല്ലാം അനുവദിച്ച് മെയിലിൽ അയച്ചു. മെയിലിൽ അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും കമ്പനിയുടെ കമ്പനി ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു വക്കീലാണ് നമ്മുടെ വിസ രീതികളെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്. വക്കീൽ പറഞ്ഞു ജോർജിന് 3 ഇയറേ ഉള്ളൂ, വീണ്ടും 2 വർഷത്തേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ചുമ്മാ വെക്കുന്നത്, നമുക്ക് 2 വർഷത്തും കൂടി ചെയ്യത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും എക്സ്ട്രാ ഒരു ബഡ്ജറ്റ് വേണം. അതായത് കമ്പനിക്ക് നമുക്കൊരു ബഡ്ജറ്റ് പോളിസി ഉണ്ട്, അത് സെപ്റ്റംബറിലാണ് ഇവരുടെ ഒക്ടോബറിനുള്ളിൽ അവർ ബഡ്ജറ്റിംഗ് പോളിസി തീരും. അപ്പം എൻ്റെ ഡിസംബറിലാണ് തീരുന്നത്. അപ്പോൾ ഓൾറെഡി ബഡ്ജറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി എക്സ്ട്രാ എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്ട്രാ ബഡ്ജറ്റ് വേണം. അപ്പോൾ ഞാനോർത്ത് ഈ വക്കീൽ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഇത് ഉള്ളതും കൂടെ ഇല്ലാണ്ടാക്കുമോ എന്നുള്ള വിചാരമായി എനിക്ക്. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു ജോർജിന് 5 വർഷത്തെ വിസ ജോർജിന് എന്തായാലും ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എനിക്ക് ഒന്നും കൂടെ ഞാൻ ഒന്നും കൂടെ ശക്തമായ രീതിയിലൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഡിസംബർ 15 ഞാനൊരു ദിവസം ശനിയാഴ്ച ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പം എനിക്ക് വക്കീലിൻ്റെ കോൾ വരുന്നു. ജോർജിന് 5 ഇയറിലെ വിസ ജോർജിന് അപ്രൂവ് ആയിട്ടുണ്ട്, ജോർജിൻ്റെ എല്ലാ ഇതും അപ്രൂവ് ആയിട്ടുണ്ട്, ജോർജിൻ്റെ സാലറിയുടെ കാര്യത്തിൽ ഹൈക്കിങ് കാര്യങ്ങളെല്ലാം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ കമ്പനിക്ക് ഓരോ കോഡ് ഉണ്ടാവും, നമ്മുടെ ജോലിക്ക് ഓരോ കോഡ് ഉണ്ടാവും അവിടെ. ആ അനുസൃതമായുള്ള സാലറി വേണം നമുക്ക് പുതിയ നിയമത്തിൽ. അപ്പം എൻ്റെ നോർമൽ സാലറിയിലും ഒരുപാട് കൂടുതലായിരുന്നു എൻ്റെ സാലറി വന്നിരുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു സാലറി അവരെനിക്ക് തരികയും അതുപോലെ 5 ഇയർ എനിക്ക് വിസ കമ്പനി തരികയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ വൈഫിനെയും കൊച്ചിനെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടും അവർ സ്പോൺസർ ചെയ്ത് എനിക്ക് തരികയും ചെയ്തു. വളരെ ഒരു ദൈവാനുഗ്രഹമാണ് എനിക്ക് അതുവഴി ഉണ്ടായിരുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിലെ മാറ്റം എന്ന് പ്രധാനമായി പറയുകയാണെങ്കിൽ, മുൻപ് ഞാൻ കുർബാനകളിൽ പരമാവധി പുറകോട്ടായിരുന്നു. സാധാരണ നടക്കലേ പോയിരിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ കുരിശ് വരയ്ക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വിടുക എന്നുള്ളതായിരുന്നു എൻ്റെ രീതി. അതുപോലെ തന്നെ അപ്പം അതിലെല്ലാം എനിക്ക് വളരെയധികം മാറ്റം. ഞാൻ കൂടുതൽ കുർബാനകളെ സംബന്ധിക്കാൻ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് കുർബാനകളെ സംബന്ധിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥനകൾ സ്വന്തമായിട്ട് ചൊല്ലുകയും ഞാൻ ഇപ്പോൾ ചെയ്യാറുണ്ട്. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം
13 തിരുവചനം അരുളി ചെയ്യുന്നു, നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു. തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ജോർജിൻ ഓൺലൈൻ ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ കൃപകളാണ്, അനുഗ്രഹങ്ങളാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. താൻ നല്ല ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ജോലിയെല്ലാം റിസൈൻ ചെയ്ത് UK പോകുന്നു. പിന്നീട് ഉണ്ടായ ഓരോ കാര്യങ്ങൾ, ജോലി തന്നെ കിട്ടാത്ത അവസ്ഥ, പിന്നീട് ജോലി ലഭിച്ചു. എന്നാൽ തൻ്റെ വിസ കാലാവധി തീരാറായി. ഡിസംബർ 25 ഡെഡ് ലൈനാണ്. ഒന്നില്ല അവിടുന്ന് പോരണം, എനിക്ക് പിന്നീട് അവിടെ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കമ്പനി പുതിയ സ്പോൺസർഷിപ്പൊക്കെ കിട്ടണം കമ്പനിയിൽ. ഇതൊന്നും തനിക്ക് എത്രമാത്രമാണ് അതിനൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നത്. തിരുവചനം പറയുന്നത് പോലെ അധ്വാനിക്കാത്ത ഭൂമിയും പണിയാത്ത പട്ടണങ്ങളും പിന്നീട് ഈ മകൻ്റെ മുമ്പിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയെടുത്ത് നമുക്ക് കിട്ടുന്ന കൃപകൾ നാം മറ്റുള്ളവരോട് പങ്കുവെച്ച് മറ്റുള്ളവരെ കൂടി ഈശോയുടെ കൃപ ലഭിക്കുവാനായിട്ട് അവരെ കൂടി നാം കൊണ്ടുവരണം. തൻ്റെ ജീവിതത്തിൽ തന്നെ സഹായിച്ചത് ആരൊക്കെയാണെന്നൊക്കെ ഈ മകൻ ഇവിടെ പങ്കുവെച്ചു. അങ്ങനെ ഇന്ന് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്തെല്ലാമാണ്? അതായത് ഡിസംബർ 25 വിസ കാലാവധിയെങ്കിൽ 15 തനിക്ക് വിസ ലഭിക്കും എന്നുള്ള പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടുക. അതുപോലെ സാലറി ഹൈക്ക്, അതും എത്രമാത്രം തനിക്ക് അത്രയേറെ ഇരട്ടി സാലറി ഹൈക്ക് തനിക്ക് ലഭിക്കുന്നു, പ്രൊമോഷൻ ലഭിക്കുന്നു. അങ്ങനെ തൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉയരുകയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, തനിക്ക് വ്യക്തമായ ബോധ്യങ്ങൾ പിന്നീട് ഉണ്ടാവുകയാണ്. താൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, ഇപ്പോഴെങ്ങനെ. ഈ ഒരു മാറ്റമാണ് നമ്മെ ഉടമ്പടിയുടെ ഉടനടി അനുഗ്രഹത്തിന് പാത്രീഭൂതരാക്കുക. അങ്ങനെ തനിക്ക് കിട്ടിയ കൃപകൾക്ക് ഈ മകൻ ഇന്നലെയാണ് നാട്ടിൽ വന്നത്. ഇന്നിവിടെ വന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും ജോർജി നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.